പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവവചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ഒരിക്കൽ കൂടി ധ്യാനിക്കാം. യെരമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വചനം നമ്മൾ കേൾക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. താനിടാത്ത മുട്ടയ്ക്കടയിരിക്കുന്ന തിത്തിരപ്പക്ഷി. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, പലരും അടയിരിക്കുന്നത് അവരധ്വാനിച്ചത് കൊണ്ടല്ല. മറ്റുള്ളവർ അധ്വാനിച്ച സമ്പത്ത്, മറ്റുള്ളവർ വേർപ്പൊരുക്കിയ സമ്പത്ത്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ അതിർത്തിക്കല്ല് മാറ്റിയിട്ടും അവിഹിത മാർഗങ്ങളിലൂടെ ധനം സമ്പാദിച്ചുകൊണ്ട് ആ സമ്പത്തിൻ്റെ മുകളിലിരുന്ന് ദൈവത്തിന് ഹല്ലേലൂയ പറയുന്ന അനേകം വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ പിടിച്ചു പറിച്ചെടുത്ത വ്യക്തികൾ പലപ്പോഴും അർഹതയുള്ളവർക്കത് തിരികെ കൊടുക്കത്തുമില്ല. വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ദേവാലയ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിടും. ഒരുപക്ഷെ ദേവാലയം പണിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ആ പണം കൊടുക്കുന്നത്. അങ്ങനെ ആ ദേവാലയം പണിത് കഴിയുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്ന വ്യക്തി ഇത്ര ലക്ഷം രൂപ കൊടുത്തു എന്നത് പേര് മാത്രമുണ്ടാകും. എന്നാൽ ആ കൊടുത്ത പണത്തിനകത്ത് മറ്റുള്ളവരുടെ കണ്ണുനീരുണ്ട് എന്ന കാര്യം യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇന്ന് പലപ്പോഴും പല മേഖലകളിലും കള്ളത്തരം പറഞ്ഞും വെട്ടിപ്പ് നടത്തിയും അന്യായമായിട്ട് സമ്പാദിക്കുന്നവരുണ്ട്. പല വ്യക്തികളും ഈ കാലഘട്ടത്തിൽ സാക്ഷ്യ ശുശ്രൂഷ നടത്തുന്നവരുണ്ട്. സാക്ഷ്യം പറഞ്ഞുകൊണ്ട് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു, ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, വേറെ ചിലരൊക്കെ ഞാൻ രോഗിയാണ്, എനിക്ക് വലിയ ചികിത്സ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വേറെ ചിലർ രോഗികളെ സഹായിക്കാനാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും ന്യായമായിട്ടല്ല അന്യായമായിട്ട് ധനം സമ്പാദിച്ചു കൂട്ടുന്ന അനേകം വ്യക്തികളുണ്ട്. വലിയ കെട്ടിടങ്ങൾ പണിതേക്കുന്ന വ്യക്തികളുണ്ട്. കാറുകൾ വാങ്ങിക്കൂട്ടിയേക്കുന്ന വ്യക്തികളുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ മറവിൽ അന്യായ പലിശയ്ക്ക് പണം കൊടുക്കുന്ന വ്യക്തികളുമുണ്ട്. സുവിശേഷത്തിൻ്റെ മറവിൽ കോടികൾ സമ്പാദിച്ച വ്യക്തികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അവർ സുവിശേഷം പറയും, പക്ഷേ ആർക്കും കൊടുക്കത്തില്ല. പട്ടിണിപ്പാവങ്ങളിൽ നിന്ന് അവർ വാങ്ങിച്ചെടുക്കും, പക്ഷെ പട്ടിണിപ്പാവങ്ങളെ സഹായിക്കത്തില്ല, അവരോട് പറയത്തേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും ന്യായമായിട്ട് സമ്പാദിക്കുന്നതല്ല, അന്യായമായിട്ട് സമ്പാദിക്കുന്നതാണ്. ഇങ്ങനെ അന്യായമായി സമ്പാദിക്കുന്ന ഈ മേഖലകളെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തികൾ പ്രസംഗിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, വേണ്ടി വന്നു കഴിഞ്ഞാൽ അവനെതിരെ അച്ചടക്ക നടപടി മാത്രമല്ല, അവനെ പുറത്താക്കുന്ന പരിപാടിയും കൂടെ ചെയ്യുമെന്നതിലും യാതൊരു സംശയവുമില്ല. നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. ഈ കാലഘട്ടത്തിൽ പലരും സ്ഥലങ്ങളൊക്കെ ഏൽപ്പിക്കും. ഇതൊന്നും നോക്കിയരെ, വിദേശത്ത് ജോലിക്ക് പോകുക, അല്ലെങ്കിൽ ഈ നാട്ടിലില്ല, മറ്റൊരു നാട്ടിൽ കുറേ സ്ഥലം വാങ്ങിച്ചു, ആ സ്ഥലം നോക്കുന്നതിന് വേണ്ടി സൂക്ഷിപ്പുകാരനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ സൂപ്രണ്ടന്മാരോ വാച്ചർമാരെയൊക്കെ ഏൽപ്പിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന് പുറമെ അതിനകത്തുള്ളത് കുറേയും കൂടി അവർ അടിച്ചു മാറ്റുമെന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ അടിച്ചു മാറ്റി സാമ്പത്തികമായിട്ട് ഉയർന്ന അനേകം വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ പണം, അതുപോലെ തന്നെ സ്വർണം, ഇതൊക്കെ ഒരുപക്ഷെ മറ്റുള്ളവരെ ഏൽപ്പിക്കും വിശ്വസിച്ച്. അവസാനം തിരികെ കൊടുക്കില്ല. കാരണം എന്താ? അതിന് രേഖയില്ല. വലിയ ലോഹ്യം കൂടി വന്നേച്ച് ഒന്നെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെയോ വിവാഹത്തിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞ് ഒരുപക്ഷെ ഇത്ര ദിവസം കഴിയുമ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞ് പണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. ആ പണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം രേഖയില്ലാത്തതാണ് എങ്കിൽ അവൻ കൊടുക്കില്ല. രേഖയുള്ളത് പോലും കൊടുക്കില്ല ഇന്ന് മനുഷ്യൻ. കാരണം കൊടുത്തവൻ്റെ പേരിൽ പോലും കേസെടുക്കുന്ന സംവിധാനമാണ്. സഹായിക്കാൻ വേണ്ടി കൊടുത്താൽ അവൻ്റെ പേരിൽ പോലും ഇന്നലെ അന്യായ പലിശയ്ക്ക് പണം കൊടുക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കുന്നവനെപ്പോലും കുടുക്കിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മുമ്പിലൊന്ന് ആത്മപരിശോധന ചെയ്യണമേ. മറ്റുള്ളവരുടെ സ്ഥലം എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാപനം നോക്കുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മോഷണമാണ്.
പണവും സ്വർണവുമൊക്കെ എന്നെ ഏൽപ്പിച്ചത് അതിൽ വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ട്, അതിന് രേഖയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിച്ചേ പറ്റൂ. അങ്ങനെ അടിച്ചു മാറ്റുന്ന വ്യക്തി കാണിക്കുന്നത് മോഷണമാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ ഏൽപ്പിച്ച ആളെ അല്ലെങ്കിൽ ഇതിന് കൊടുക്കുന്ന ആൾക്കെതിരെ പ്രതികരിക്കുകയും ഒരുപക്ഷെ അവരൊക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികൾ പോലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളമായിട്ടുണ്ട്. ഇതുമൂലം മനുഷ്യനോടും ദൈവത്തോടും കാണിച്ചത് അവിശ്വസ്തതയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തോടും മനുഷ്യരോടും അവിശ്വസ്തത കാണിച്ചുകൊണ്ട് താനിടാത്ത മുട്ടയ്ക്ക് മറ്റുള്ളവരുടെ അവകാശങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഏതു മേഖലകളിലാകാം. പാൽ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ വെള്ളം വരെ ചേർത്ത് കൊടുക്കും, പൂർണ്ണമായിട്ടും കൊടുക്കത്തില്ല, മായം ചേർത്ത് കൊടുത്ത് അവിഹിത മാർഗത്തിലൂടെ ധനം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമാണ്. അവൻ്റെ തലമുറയ്ക്ക് പോലും അത് അനുഗ്രഹത്തിന് തടസ്സമാണ്. അതുകൊണ്ട് നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. കർത്താവായ ഈശോയെ, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ മാതാപിതാക്കളോ പൂർവ്വപിതാക്കന്മാരോ മറ്റുള്ളവരുടെ അവകാശം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അത് മറ്റുള്ളവരുടെ കണ്ണുനീരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മറ്റുള്ളവരുടെ കണ്ണുനീര് അവകാശം തിരിച്ചു കൊടുത്ത് അവരുമായിട്ട് അനുരഞ്ജനപ്പെട്ടു പോകുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.